ഇന്ത്യയുടെ ബൗളിംഗ് മികവിൽ തകർന്നടിഞ്ഞ് പാകിസ്ഥാൻ. വിജയലക്ഷ്യം ഇന്ത്യക്ക് 128 റൺസ്. ചെറുത്തുനിൽപ്പെങ്കിലും ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. കസ്റ്റഡി മർദ്ദനവും തൃശൂരിലെ ശബ്ദരേഖയും ഉൾപ്പെടെ സഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. എത്തിയാൽ പ്രത്യേക ബ്ലോക്ക് നൽകുമെന്ന് സ്പീക്കർ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുറാചന്ദ്പൂരിൽ സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലേറ്. മണിപ്പൂരിൽ BJP സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിൽ. കുക്കികൾക്ക് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് BJP MLA-മാരുടെ കത്ത്. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 128 റൺസ് വിജയലക്ഷ്യം. കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണവുമായി ഇന്ത്യ. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ KT ജലീലിന്റെ വാദം പൊളിയുന്നു. ഭൂമി ഏറ്റെടുത്തത് KT ജലീൽ മന്ത്രിയായിരുന്ന സമയത്തെന്ന തെളിവുകൾ പുറത്തുവിട്ട് PK ഫിറോസ്. അമേരിക്കയുടെ തീരുവാവർദ്ധനവിൽ സംസ്ഥാനത്തെ മത്സ്യമേഖലയിൽ ആശങ്ക. കയറ്റുമതി കുറഞ്ഞത് വൻ തിരിച്ചടി. ടോപ് 10 സ്പെഷ്യൽ. വീഥികളെ അമ്പാടിയാക്കി ശോഭായാത്ര. ഭക്തിയുടെ നിറവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. ഗുരുവായൂരിൽ ഉൾപ്പെടെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിൽ. NM വിജയന്റെ മരുമകൾ പത്മജയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ സംഭാഷണം പുറത്ത്. നേതാക്കളുടെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് ശബ്ദ സന്ദേശം. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചുവെന്നും പ്രസ്ഥാനത്തെ ഇനി വിശ്വസിക്കില്ലെന്നും പത്മജ. പത്തനംതിട്ട കോയിപ്പുറം ഹണി ട്രാപ്പിൽ തെളിവുകൾ തേടി പോലീസ്. പ്രതി ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. യുവാക്കൾക്ക് രശ്മിയുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. യുവാക്കൾ നേരിട്ടത് കൊടും ക്രൂരത. കുടിയേറ്റ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് ലണ്ടനിൽ വൻ പ്രതിഷേധ റാലി. പോലീസുമായി ഏറ്റുമുട്ടി. തീവ്ര വലതുപക്ഷ സംഘടനയുടെ റാലിയിൽ പങ്കെടുത്തത് 1 ലക്ഷത്തിലേറെ പേർ. സ്റ്റോറി ഓഫ് ദി ഡേ. കൂലിച്ചിലവില്ലാത്ത വിളവെടുപ്പ്. നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ വിവാദ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരെ പ്രതിരോധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കസ്റ്റഡി മർദ്ദനം മുതൽ തൃശൂരിലെ ശബ്ദരേഖയിൽ വരെ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് സഭാതലം സാക്ഷ്യം വഹിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിരവധി വിഷയങ്ങളിൽപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന വേളയിലാണ് സഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. തുടർച്ചയായി ഉയരുന്ന കസ്റ്റഡി മർദ്ദന കഥകൾ ഉൾപ്പെടെ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിയാകും പ്രതിപക്ഷം ആദ്യ ദിനം മുതൽ സഭ പ്രക്ഷുബ്ധമാക്കുക. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലും കേസുകളിലും എല്ലാവരും കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയും സഭയിലുണ്ടാകും. അയ്യപ്പ സംഗമവും സഭാതലത്തിൽ മറ്റൊരു ചൂടേറിയ ചർച്ചാ വിഷയമായി മാറും. CPM-നെ പ്രതിരോധത്തിലാക്കിയ തൃശൂരിലെ ശബ്ദരേഖയും പ്രതിപക്ഷത്തിന്റെ കയ്യിലെ മറ്റൊരു ആയുധമാണ്. എല്ലാറ്റിനുമുപരി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സഭയിൽ വരരുതെന്ന് പ്രതിപക്ഷം ഔദ്യോഗികമായി നിർദ്ദേശിച്ചിട്ടില്ല. രാഹുലിന് സഭയിൽ വരുന്നതിൽ നിയമതടസ്സമില്ല എന്ന് സ്പീക്കറും വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നിരയിൽ ഇരിപ്പിടം നൽകരുതെന്നാവശ്യപ്പെട്ട് UDF കത്ത് നൽകിയിട്ടുണ്ട്. അതിനാൽ രാഹുൽ സഭയിലെത്തിയാലും പ്രത്യേക ബ്ലോക്കിലാകും ഇരിക്കുക. പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണമെന്നാണ്. അത് ഞങ്ങൾ തീരുമാനമെടുക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകളും ഈ സമ്മേളനത്തിൽ സഭയിൽ വരും. ഒക്ടോബർ 10 വരെയാണ് സഭാ സമ്മേളനം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, MLA ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് ചരമോപചാരമർപ്പിച്ച് ആദ്യ ദിനം സഭ പിരിയും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നുവെന്നും കേന്ദ്രത്തിലെ പ്രതീക്ഷ അവസാനിച്ചപ്പോഴാണ് കേരള സർക്കാർ സ്വന്തം നിലയ്ക്ക് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതെന്നും മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന അവസ്ഥയാണ്. ആ നിബന്ധനകളിലാണ് ഇളവ് വരുത്തുന്നത്. ഭേദഗതി ബിൽ കേന്ദ്ര നിയമത്തിനെതിരല്ലെന്നും മന്ത്രി പറഞ്ഞു. നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ശല്യവും ആക്രമണവും സംസ്ഥാന സർക്കാരിനും വനം വന്യജീവി വകുപ്പിനും എന്നും തലവേദനയായിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരുന്ന അവസ്ഥ. ഈയൊരു സാഹചര്യത്തിലാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് കേരള സർക്കാർ അംഗീകാരം നൽകിയത്. ജനങ്ങൾക്ക് മനസമാധാനം നൽകുന്ന തീരുമാനമാണ് മന്ത്രിസഭയെടുത്തതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിനോട് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നുവെന്നും കേന്ദ്രത്തിലെ പ്രതീക്ഷ അവസാനിച്ചപ്പോഴാണ് കേരള സർക്കാർ സ്വന്തം നിലയ്ക്ക് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന അവസ്ഥയാണ്. ആ നിബന്ധനകളിലാണ് ഇളവ് വരുത്തുന്നത്. ഭേദഗതി ബിൽ കേന്ദ്ര നിയമത്തിന് എതിരല്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളം വന്യജീവി അക്രമത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായ ഒരു പ്രകൃതി ദുരന്തമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് പ്രകൃതി ദുരന്തമുണ്ട്. പ്രകൃതി ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ 365 ദിവസം നിരോധനമില്ലല്ലോ. അത്തരം ഘട്ടങ്ങളിൽ ഇത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അനുവാദമാണ് ഈ ബില്ലിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് സർക്കാരിന്റെ ബില്ലിലെ ഭേദഗതി എന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ അത്തരമൊരു ലക്ഷ്യമില്ലെന്നും ജനങ്ങളുടെ മനസമാധാനത്തിനാണ് പ്രാധാന്യമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിലാണ് സംഘർഷമുണ്ടായത്. പ്രധാനമന്ത്രിയുടെ ഹോർഡിംഗുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത കുക്കി യുവാക്കളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുകയായിരുന്നു. പ്രക്ഷോഭകരും കേന്ദ്രസേനയും തമ്മിൽ ഏറ്റുമുട്ടി. ഹോർഡിംഗുകൾ നശിപ്പിച്ചതിന് 3 കുക്കി യുവാക്കളെ മണിപ്പൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രക്ഷോഭം. 3 ദിവസത്തിനുള്ളിൽ ചുരാചന്ദ്പൂരിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇത്. മണിപ്പൂരിൽ BJPയുടെ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾക്ക് പ്രതിസന്ധിയായി സംസ്ഥാനത്തെ നേതാക്കളുടെ നിലപാട്. കുക്കികൾക്ക് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്നാവശ്യപ്പെട്ട് BJP MLA-മാർ തന്നെ രംഗത്തെത്തിയതാണ് വെല്ലുവിളിയാകുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്ക് MLA-മാർ നിവേദനം നൽകി. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഉറപ്പാക്കി രാഷ്ട്രപതി ഭരണത്തിൽ നിന്ന് മണിപ്പൂരിനെ മോചിപ്പിച്ച് സർക്കാർ രൂപീകരിക്കാനായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അതിനുള്ള നീക്കങ്ങൾ സജീവമാക്കി. കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ച് മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് മടക്കിയെത്തിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ സർക്കാർ രൂപീകരിക്കുക, ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പ്രാദേശിക BJP നേതാക്കൾ രാജിവെച്ചതിന് പിന്നാലെ കുക്കികൾക്ക് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന ആവശ്യവുമായി BJP MLA-മാർ രംഗത്തെത്തി. സ്വതന്ത്രർ ഉൾപ്പെടെ 10 കുക്കി MLA-മാരാണ് ഈ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയത്. നിലവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കുക്കികൾ അംഗീകരിക്കുമെങ്കിലും മെയ്തികൾ അംഗീകരിക്കാൻ ഇടയില്ല. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന് കുക്കികൾ ആവശ്യപ്പെടുന്നത്. കുക്കി സ്വാധീന മേഖലയിൽ പ്രധാനമന്ത്രി പോയതിലും വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചതിലും മെയ്തേ വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. സംസ്ഥാനത്താകെ 8500 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചതിൽ 7300 കോടി രൂപയുടെ പദ്ധതികളും കുക്കി മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നീക്കങ്ങളിൽ മെയ്തികൾ എത്ര കണ്ട് സഹകരിക്കുമെന്നതാണ് പ്രധാനം. നിലവിൽ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി മുന്നോട്ടുവച്ച നിലപാടും രാഷ്ട്രീയവും ഗുണകരമാകും എന്നാണ് BJPയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളെ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളുടെ ഒപ്പം നിർത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉപകരിച്ചുവെന്ന് BJP കണക്കുകൂട്ടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 128 റൺസ് വിജയലക്ഷ്യം. കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. ശ്രീരാജ് കൈമൾ ദുബായിൽ നിന്നും മത്സരത്തിന്റെ വിശദാംശങ്ങൾ നൽകും. ശ്രീരാജ്, വളരെ ആവേശത്തോടെ ആരാധകർ കാത്തിരുന്ന മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കാൻ ഇന്ത്യൻ ബൗളിംഗ് നിരക്ക് ആയി. ഒപ്പം എത്രത്തോളം ആവേശത്തിലാണ് ആരാധകർ?
അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഏറ്റവും ആവേശകരമായ മത്സരമാണ് ഇന്നത്തേതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ബദ്ധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ കളിക്കപ്പുറമുള്ള ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ട് ആവേശം വർദ്ധിപ്പിക്കാനെന്ന് നമുക്കറിയാം. പക്ഷേ ക്രിക്കറ്റ് മത്സരത്തിന്റെ അല്ലെങ്കിൽ ആ കളിയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പതിനായിരങ്ങളാണ് മത്സരം കാണാൻ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ടോസ് നഷ്ടപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ ബൗളേഴ്സിന്റെ കാര്യത്തിൽ അഖില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 127 എന്ന ഇന്ത്യക്ക് അനായാസം മറികടക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കോറിൽ പാകിസ്ഥാനെ തളച്ചിടാൻ സാധിച്ചിട്ടുണ്ട്. സലിം അയ്യൂബിനെ 0-ൽ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയപ്പോൾ ഉണ്ടായ ഒരു ആവേശമുണ്ട് ഈ ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. ആ ആവേശം അവസാനത്തെ ബോൾ വരെ തുടരാനായിട്ട് ഇന്ത്യൻ ആരാധകർക്ക് സാധിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത വിധം കർശനമായ സുരക്ഷാ പരിശോധന ക്രമീകരണങ്ങളാണ് ദുബായ് പോലീസ് ഇത്തവണ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യ പാക് പോരാട്ടത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് കർശനമായ ചില നിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അധിക്ഷേപ വാക്കുകൾ പറയുക, നിരോധിച്ചിട്ടുള്ള ചില വസ്തുക്കൾ ഗാലറിയിൽ എത്തിക്കുക, അതുപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് എന്തെങ്കിലും വലിച്ചെറിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്ന നിലയിലാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ പരിശോധനകളെല്ലാം വളരെ കർശനം തന്നെയായിരുന്നു. എന്തായാലും നേരത്തെ അഖില പറഞ്ഞതുപോലെ ക്രിക്കറ്റ് എന്ന ഒരു ജനപ്രിയ കായിക മത്സരത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി തന്നെ ഇരു രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചത്. പക്ഷെ ഒരു കാര്യം കൂടി അഖിലയോട് പറയാം, ഇന്ത്യയുടെ ജയത്തിൽ കുറഞ്ഞതൊന്നും നമുക്ക് ഈ മത്സരത്തിൽ നിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയേണ്ടത്. അഖില, അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഇന്ത്യ അനായാസം ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ശരി, ശ്രീരാജ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷേ മത്സരമാണ് എങ്കിൽ കൂടി നമ്മൾ ആദ്യം പറയുന്ന പോലെ പാകിസ്ഥാൻ അത്ര വലിയ തുല്യ ശക്തികളൊന്നുമല്ല ഇന്ത്യയുടെ ക്രിക്കറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ എങ്കിൽ കൂടി വളരെ കരുതലോടെ ആയിരിക്കും തീർച്ചയായും ഇന്ത്യ കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ അടക്കമുള്ള ഇന്ത്യയുടെ ബൗളിംഗ് നിരയും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് പാകിസ്ഥാനെ 127 റൺസ് എന്ന നിലയിൽ തളയ്ക്കാനായത്. തുടക്കത്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ ആധിപത്യം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ശരിക്കും ദുബായിൽ കണ്ടത് എന്നുള്ളതാണ്. ഏതായാലും പ്രതീക്ഷയോടെ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ആ വിജയം ആയി എന്നുള്ള വാർത്തയ്ക്കായി. മറ്റൊരു വാർത്തയിലേക്ക്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലെംബോറിയയ്ക്കും മീനാക്ഷി ഹൂഡയ്ക്കും സ്വർണം. 57 കിലോ വിഭാഗം ഫൈനലിൽ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് സിർമേറ്റ ജൂലിയെ വീഴ്ത്തിയാണ് ലെംബോറിയ വിജയം സ്വന്തമാക്കിയത്. 48 കിലോ വിഭാഗത്തിൽ മീനാക്ഷി ഹൂഡ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് നസീം കിസായിബയെയാണ് പരാജയപ്പെടുത്തിയത്. 80+ കിലോ വിഭാഗത്തിൽ നുപൂർ ഷിയോറാം വെള്ളി മെഡൽ നേടി. മലയാളിയായ ഡി ചന്ദ്രലാലാണ് ഇന്ത്യൻ വനിതാ ടീമിന്റെ പരിശീലകൻ. ചാമ്പ്യൻഷിപ്പിൽ 4 മെഡലുകൾ ഉറപ്പിക്കാൻ ഇന്ത്യൻ വനിതാ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. തിരൂർ മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ കെ.ടി. ജലീൽ MLA-യുടെ വാദം പൊളിയുന്നു. കെ.ടി. ജലീൽ മന്ത്രിയായിരുന്ന വേളയിലാണ് ഭൂമി ഏറ്റെടുത്തതെന്ന തെളിവുകൾ PK ഫിറോസ് പുറത്തുവിട്ടതോടെ MLA കൂടുതൽ പ്രതിരോധത്തിലായി. 2019 കെ.ടി. ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന വേളയിലാണ് മലയാളം സർവകലാശാലയ്ക്ക് 11 ഏക്കർ ഭൂമി ഏറ്റെടുത്തത്. 2016 ഭൂമി ഏറ്റെടുക്കുന്നതിനായി 3 പ്രപ്പോസലുകൾ UDF സർക്കാരിന് നൽകിയിരുന്നു. ഭൂമി ഏറ്റെടുക്കലിൽ ക്രമക്കേട് നടന്നെന്ന C. മമ്മൂട്ടിയുടെ പരാതിക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയ രേഖകൾ PK ഫിറോസ് പുറത്തുവിട്ടു. പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ കെ.ടി. ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2019 ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ.ടി. ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത്. ഇനി മാത്രമല്ല, UDF ഏറ്റെടുത്തൊരു ഭൂമി എങ്ങനെയാണ് വീണ്ടും വരെ ഏറ്റെടുക്കുക? അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരിക്കൽ UDF സർക്കാർ ഏറ്റെടുത്തൊരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക. അന്ന് 1,70,000 നിശ്ചയിച്ചിരുന്ന ഭൂമി 1,60,000 വീണ്ടും ഏറ്റെടുക്കുക. അങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തിരൂർ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തത് തൻ്റെ കാലത്തല്ലെന്നായിരുന്നു കെ.ടി. ജലീൽ പറഞ്ഞിരുന്നത്. ജലീലിൻ്റെ വാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു PK ഫിറോസ് പുറത്തുവിട്ട രേഖകൾ. UDF ഭരണകാലത്താണ് ഭൂമി ഏറ്റെടുക്കലുണ്ടായതെന്ന് കെ.ടി. ജലീൽ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ അവരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്.
അവരുടെ കാലത്താണ് എല്ലാ എഴുത്തുകുത്തുകളും നടക്കുന്നത്. ഭൂവുടമകളുടെ പേരിലൊരാൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരനാണെന്ന് PK ഫിറോസ് ആരോപിക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായ ചതുപ്പ് നിലം ഏറ്റെടുത്തതോടെ മലയാളം സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾ തുടരാനാകാത്ത അവസ്ഥയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്, മലപ്പുറം. ഇനി ടോപ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 50% തീരുവ വർദ്ധിപ്പിച്ചതോടെ മത്സ്യ കയറ്റുമതി മേഖല വലിയ ആശങ്കയിലാണ്. കയറ്റുമതിയിൽ 1/3 അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലേക്ക് കയറ്റി അയച്ച മത്സ്യം കയറ്റുമതി തന്നെ കുറഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് കയറ്റുമതി രംഗത്തെ പ്രമുഖർ പറയുകയാണ്. കയറ്റുമതിയിൽ ഇടിവുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ തൊഴിലാളികളെയാണ്. ഇന്ത്യയിൽ നിന്ന് 63,000 കോടി രൂപയുടെ മത്സ്യ കയറ്റുമതിയാണ് പ്രതിവർഷം നടന്നുവരുന്നത്. അതിൽ 21,000 കോടിയും അമേരിക്കൻ മാർക്കറ്റിലെ വിപണിയാണ്. മൊത്തം മാർക്കറ്റിലെ 1/3 വരും അമേരിക്കൻ വിപണി. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 50% തീരുവ വർദ്ധിപ്പിച്ചതോടെ മത്സ്യ കയറ്റുമതി മേഖല പ്രതിസന്ധിയിലാണ്. നിലവിൽ അമേരിക്കയിലേക്ക് കയറ്റി അയച്ച മത്സ്യം അവിടെ വിപണനം നടത്താൻ സാധിക്കുന്നില്ലെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ പറയുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്ട്രി തന്നെ ഇത് ഏറ്റവും അഫക്റ്റഡ് ആയിട്ട് ഒരു സെക്ടറായിട്ട് തന്നെയാണ് അവർ തരം തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ടേൺ ഓവർ, അത് വിറ്റുവരവ് ഏകദേശം 63,000 കോടി രൂപയുടെ വിറ്റുവരവാണ് ഉള്ളത്. അതിൽ ഏകദേശം 21,000 കോടി രൂപ എക്സ്പോർട്ട് US-ലാണ്. ഏകദേശം ഒരു 1/3 എക്സ്പോർട്ട് പോകുന്നത് അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളികൾ ഇക്വഡോറും ചൈനയും തായ്ലാൻഡുമാണ്. ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ അപേക്ഷിച്ച് തീരുവ കുറവായതിനാൽ വലിയ ഭീഷണിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കോമ്പീറ്റിംഗ് കൺട്രി ആയിരിക്കുന്നത് എക്വഡോറാണ്. എക്വഡോറിനെ സംബന്ധിച്ചോളം അവർക്ക് ആകെ 10% ഡ്യൂട്ടിയേ ഉള്ളൂ. അവിടെ ആ സ്ഥാനത്താണ് നമ്മൾ 50% ഡ്യൂട്ടി നമുക്ക് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്വഡോറിന് ഇപ്പം നോക്കിയാൽ തന്നെ എക്വഡോറിൻ്റെ ഷിപ്മെൻറ്റ്സ് ഏകദേശം ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്പോർട്ടേഴ്സ്, നമ്മുടെ ബയേഴ്സായിട്ട് അവർ നമ്മുടെ ഷിപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഹോൾഡ് ചെയ്യുന്ന സാരം എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ഓർഡേഴ്സ് തന്നെ ക്യാൻസൽ ചെയ്തൊരു മട്ട് തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ച് വിപണി ശക്തിപ്പെടുത്തണമെന്നാണ് കയറ്റുമതി രംഗത്തെ പ്രമുഖർ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ഇതിനായി ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ പ്രതീക്ഷയോടെയാണ് കയറ്റുമതിക്കാർ നോക്കിക്കാണുന്നത്. കോമേഴ്സ് മിനിസ്ട്രി വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവർ വളരെ അഗ്രസീവായിട്ട് മറ്റുള്ള മാർക്കറ്റുകൾ അവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം UK ആയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ട് യൂറോപ്പുമായിട്ടുള്ള പല ഡീലിസ്റ്റ് ചെയ്ത കുറേ ഫാക്ടറീസ് ഉണ്ടായിരുന്നു. 102 ഫാക്ടറീസ് പെർമിഷൻ കിട്ടാതിരുന്നതാണ്. അതിനെല്ലാം ഒറ്റയടിക്ക് തന്നെ അത് ക്ലിയർ ചെയ്തു. അത് വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. തീരുവ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ഓണം ബോണസും നൽകിയതോടെ പല ഫാക്ടറികളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കാൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നും 30% ലോൺ അനുവദിക്കാൻ ബാങ്കുകൾ തയ്യാറാകണമെന്നും കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കും. പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർക്കറ്റുകളെ സമീപിക്കുന്നതോടൊപ്പം ആഭ്യന്തര വിപണിയും ശക്തിപ്പെടുത്തണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. സാമ്പത്തിക വിനിമയം മുഴുവൻ ഡോളറിലായതുകൊണ്ട് തന്നെ അമേരിക്കയായിട്ടുള്ള റിഫ്റ്റ് വരുമ്പോൾ അത് നമ്മുടെ എക്കണോമിയെ വളരെ മോശമായിട്ട് ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. എന്ത് ബാധിച്ചാലും അത് വന്ന് കൊള്ളുന്നത് ബേസിക് സെക്ടറിനെ ആയിരിക്കും എവിടെയും. അത് മത്സ്യമേഖല മാത്രമല്ല, കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ബേസിക് സെക്ടറിനെ വളരെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആശങ്കയിലാണ്. കാരണം അത് ബേസിക് സെക്ടറിൽ തൊഴിലില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. അനുബന്ധ വ്യവസായ തൊഴിലാളികൾ ഇതുമായിട്ട് ഡിപ്പെൻഡൻസും കൂടി ഏതാണ്ട് 14 ലക്ഷം ജനങ്ങൾ വരും. അവർക്ക് തൊഴിലില്ലാതെ വരിക, വരുമാനം ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ, അവരുടെ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി പ്രശ്നത്തിലാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിന് ഞങ്ങൾ 6-8 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇൻറ്റേർണൽ മാർക്കറ്റ് ശക്തിപ്പെടുത്തണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ആ രീതിയിലുള്ളൊരു നീക്കത്തിന് നേതൃത്വം കൊടുത്തില്ല. കിരൺ കുമാറുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കിരൺ, വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കയുടെ തീരുവ പ്രശ്നം രാജ്യത്തെ മൊത്തം തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മത്സ്യമേഖല. അവരെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് നമ്മുടെ സാമ്പത്തികമായും ഒപ്പം തന്നെ
മറ്റ് തൊഴിൽപരമായുമൊക്കെ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല. ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 1/3 അമേരിക്കയിലേക്കാണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക നേരിടുന്നതും ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയാണ്. നിലവിലിപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വിപണനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് കയറ്റുമതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചെറിയ രീതിയിലെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ചില ഫാക്ടറികളിലടക്കം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് എന്നാണ് പ്രധാനമായിട്ടും ഈ കയറ്റുമതി മേഖലയിലെ ആളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം തൊഴിലാളികൾക്ക് പണം നൽകേണ്ടതുണ്ട്, അവർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല ഓണം ബോണസ് അടക്കം നൽകിയ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇവർക്ക് വരുമാനം നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന് തന്നെയാണ് കയറ്റുമതി മേഖലയിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുകൂടി കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലിപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഫാക്ടറികൾക്ക് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 30% സോഫ്റ്റ് ലോൺ അനുവദിച്ചുകൊണ്ട് ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല അമേരിക്കയിലെ മാർക്കറ്റ് ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ അടച്ചിട്ട ഒരു സാഹചര്യത്തിൽ പകരം മറ്റ് മാർക്കറ്റുകളെ തേടാനും അവിടെ വിപണനം നടത്താനുമായിട്ടുള്ള അവസരം ഒരുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്പ് മാർക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളിലാണ്. ഏതായാലും ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കയറ്റുമതി മേഖലയിലെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രവൃത്തി, കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പ്രവൃത്തി ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ കാണുന്നത്. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരുമകൾ പത്മജയുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ചർച്ചയുടെ സംഭാഷണം പുറത്തുവന്നു. NM വിജയന്റെ മരണത്തിന് പിന്നാലെ കോൺഗ്രസ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും വഞ്ചിച്ചെന്നും ആരോപിച്ച് പത്മജ കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് NM വിജയന്റെ കുടുംബം തിരുവഞ്ചൂരുമായി നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒളിച്ചുകളി ഇഷ്ടമല്ലെന്നും രാഷ്ട്രീയത്തിലെ തരികിട പണികളോട് യോജിക്കുന്നില്ലെന്നും പറഞ്ഞ വാക്കിനോട് വില വേണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ നോക്കിയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിൽ ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക അവിടെ തന്നെ പോയി, തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ലേ. ഞാൻ ഈ തരികിട പണിക്കൊന്നും ഞാൻ പോകില്ല. എൻ്റെ പണി രാഷ്ട്രീയമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയം. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂരിന്റെ സംഭാഷണം. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നുവെന്നും പണം കൊടുക്കാമെന്ന് ചിരിച്ചു വാക്കുകൊടുത്തു പോയവർക്ക് ബാധ്യതയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. തരികിട പണിക്ക് താൻ പോകാറില്ലെന്നും ഇരുചെവി അറിയാതെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന പാർട്ടി തകരാതിരിക്കാനാണ് ഇടപെട്ടത്. ഇപ്പോഴത്തെ നിലപാടുകളോട് തനിക്ക് ഒരു യോജിപ്പുമില്ല. എല്ലാവരും കൂടി കുഴിയിൽ ചാടിക്കും. വിജയന്റെ കുടുംബം പറയുന്നതിനോട് 100% യോജിപ്പുണ്ടെന്നും T. സിദ്ദിഖ് MLA പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ലെന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. NM വിജയന്റെ കടബാധ്യതയിലടക്കം കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് NM വിജയന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് വെച്ചാണ് പത്മജയടക്കമുള്ളവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയത്. NM വിജയന്റെ കുടുംബമാണിപ്പോൾ ചർച്ച നടത്തിയതിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അമൃത ന്യൂസ്, വയനാട്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരുമകൾ പത്മജയുമായി നടത്തിയ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി തിരുവഞ്ചൂർ രംഗത്ത്. അന്വേഷണ കമ്മീഷൻ എന്ന നിലയിലാണ് അവിടെ പോയതെന്നും വിശദമായ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയില്ല. റിപ്പോർട്ട് പുറത്തുവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ്. പത്മജ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സിദ്ദിഖിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. വയനാട്ടിൽ നേതാക്കൾക്കിടയിൽ പരസ്പരം ഇഷ്ടമില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ചു പോകുന്നതിന് ശ്രമങ്ങൾ നടക്കുന്നതായും തിരുവഞ്ചൂർ പറഞ്ഞു. എന്താ അതിന്റെ സംഭാഷണം പുറത്തു വന്ന ഭാഗം ഞാൻ കേട്ടില്ല.
നേതാക്കളുടെ എടുക്കുന്ന നിലപാടുകളിൽ ഒരു യോജിപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെന്ത് ഈ കാര്യം മാത്രം ശ്രമിച്ചു, ഇവരെല്ലാം കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. സെറ്റിൽമെന്റ് പാലിക്കാൻ ഉണ്ടാക്കിയതാണ്, ശ്രമിക്കാൻ വേണ്ടിയല്ല എന്ന് അങ്ങനെ ഓടിയാണ് പുറത്തു വന്നത്. അതെനിക്കറിയില്ല. എനിക്ക് വന്ന ഓഡിയോ പുറത്ത് വന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ മുമ്പിൽ ഒരു സബ്ജക്റ്റേ അല്ല. ഈ ഇഷ്യൂ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി KPCC ഒരു ഉപസമിതിയെ വെച്ചു. ഞാൻ ചെയർമാനായിട്ടുള്ള സമിതിയാണ്. ഞങ്ങൾ അവിടെ പോയി ആ വീട്ടുകാരോട് നേരത്തെ പറഞ്ഞ് ചെല്ലും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ DCC ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ വിജയേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവരെ ഗ്രൂപ്പ് തർക്കം കോൺഗ്രസുകാരുടെ ജീവൻ എടുക്കുന്നുവെന്നും തട്ടിപ്പുകാരുടെ സംഘമായി കോൺഗ്രസ് മാറിയെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. തിരുവഞ്ചൂർ കോൺഗ്രസിലെ ഗൂഢസംഘത്തിന്റെ നടപടിയിൽ അതൃപ്തിയുള്ള ആളാണ്. കോൺഗ്രസ് നേതൃത്വം പരസ്യ നിലപാട് പ്രഖ്യാപിച്ചാൽ NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ CPM തയ്യാറാണെന്ന് MV ജയരാജൻ പ്രതികരിച്ചു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പത്തനംതിട്ട കോയിപ്പുറത്ത് ഹണി ട്രാപ്പിൽ കുടുങ്ങിയ 2 യുവാക്കൾ നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനം. യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു കെട്ടിത്തൂക്കി അതിക്രൂരമർദ്ദനത്തിനാണ് ഇരയാക്കിയത്. ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് പ്രതികൾ. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം പ്രതികളിലൊരാളായ ജയേഷിനെ കോയിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പീഡനത്തിനിരയായ യുവാക്കൾ ബന്ധുക്കളാണെന്നും രശ്മിയുമായുള്ള സൗഹൃദമാണ് ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. 23 സ്റ്റാപ്ലർ പിന്നുകളാണ് റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ പ്രതികൾ തറച്ചത്. ശേഷം കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. ആലപ്പുഴ സ്വദേശിയായ യുവാവിനും സമാനമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. നഖത്തിനിടയിൽ മുട്ടുസൂചി കുത്തുകയും നഖം പിഴുതെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മുഖത്തും ജനനേന്ദ്രിയത്തിലും പെപ്പർ സ്പ്രേ അടിച്ചതുൾപ്പെടെ മനുഷ്യനോട് കാണിക്കാവുന്ന എല്ലാ ക്രൂരതകളും പ്രതികളായ ജയേഷും ഭാര്യ രശ്മിയും നടത്തി. 2 യുവാക്കൾക്കും രശ്മിയുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ഇരുവരുമായുള്ള രശ്മിയുടെ സ്വകാര്യ ചാറ്റ് ഭർത്താവ് ജയേഷ് കണ്ടതാണ് യുവാക്കളെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാനിടയാക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനായി രശ്മിയുമായി ചേർന്ന് ജയേഷ് ഇരുവരെയും പത്തനംതിട്ട ചരൽക്കുന്നിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു. പിന്നീട് വിവസ്ത്രരാക്കിയ ശേഷം യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിപ്പിച്ചു. തുടർന്നാണ് ക്രൂരകൃത്യങ്ങൾ നടന്നത്. ഈ ദൃശ്യങ്ങൾ പ്രതികൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. മൊബൈൽ ഫോണിലെ ഫോൾഡറിൽ കൂടുതൽ തെളിവുകളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ക്രൂരപീഡനങ്ങൾക്കൊപ്പം ഇരകളുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും പണം അപഹരിക്കുകയും ചെയ്തു. പ്രതികൾ സൈക്കോ മനോനിലയുള്ളവരാണെന്ന് പോലീസ് പറയുന്നു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 3-ന് നട തുറന്നതു മുതൽ വലിയ ജനത്തിരക്കായിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിനെ അമ്പാടിയാക്കിയ ശോഭായാത്രയും നടന്നു. അഷ്ടമി രോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ദർശനം നടത്താനായി തലേ ദിവസം മുതൽ കാത്തുനിന്നത് 10,000-കണക്കിന് ഭക്തരാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം കണ്ണന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പുകളാണ് ആദ്യം ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടത്. മമ്മിയൂരപ്പന്റെ മുന്നിൽ പൂക്കളം തീർത്ത് നിലവിളക്ക് കൊളുത്തി താലമേന്തി കണ്ണനെയും രാധയെയും ഗോപികമാരെയും കളത്തിലേക്ക് അനയിച്ചു. തുടർന്ന് ഉറിയടിയും ഗോപികാ നൃത്തവും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ജീവത എഴുന്നള്ളിപ്പും നടന്നു. അരമണിക്കൂറോളം നീണ്ട ജീവത എഴുന്നള്ളിപ്പിന് ശേഷം രണ്ടാമതായി കണ്ണന്റെയും രാധയുടെയും പ്രേമഭാവത്തെ അനുസ്മരിപ്പിച്ച് ഗോപികാ നൃത്തം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. വാദ്യമേള ആഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉറിയടിയും ഘോഷയാത്രയിലുടനീളം അരങ്ങേറി. ഘോഷയാത്രയുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് നടയിലെത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. വീഥികളെ വർണ്ണാഭമാക്കി സംസ്ഥാനത്തൊട്ടാകെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം.
ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. ഗ്രാമ നഗരവീഥികളെ അമ്പാടിയാക്കി ആയിരക്കണക്കിന് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരുമാണ് മഹാശോഭായാത്രയിൽ അണിനിരന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്രകൾ നടന്നു. വിവിധ സ്ഥലങ്ങളിലെ ശോഭയാത്രകളെല്ലാം ഒരുമിച്ച് പ്രത്യേക കേന്ദ്രങ്ങളിൽ സംഗമിച്ചാണ് മഹാശോഭയാത്ര സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പാളയം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്ര ഗൗരി ലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്തു. കിഴക്കേക്കോട്ട പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലാണ് മഹാശോഭയാത്ര സമാപിച്ചത്. വാദ്യഘോഷങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും മഹാശോഭയാത്രയിൽ അണിനിരന്നു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടന്ന മഹാശോഭയാത്രയിൽ ആയിരക്കണക്കിന് ഉണ്ണിക്കണ്ണന്മാരാണ് ബാലലീലകളുമായി അണിനിരുന്നത്. പാറമേക്കാവിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര നായ്ക്കനാലിൽ സമാപിച്ചു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 1050 ശോഭയാത്രകളാണ് നടന്നത്. എറണാകുളം ജില്ലയിൽ 400 കേന്ദ്രങ്ങളിലാണ് ശോഭയാത്രകൾ സംഘടിപ്പിച്ചത്. ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി വർഷം പ്രമാണിച്ച് ഇത്തവണ പതിവിൽ കൂടുതൽ കണ്ണന്മാർ നിരത്തുകളിൽ അണിനിരുന്നു. എറണാകുളം പരമാരദേവി, അയ്യപ്പൻകാവ്, തിരുമല ദേവസ്വം, രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ 166 ശോഭയാത്രകൾ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു. ശോഭയാത്രകൾ രാത്രി 8 മണിയോടെയാണ് സമാപിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി ഉറിയടി, ഗോപൂജ, ഗോകുല സംഗമങ്ങൾ തുടങ്ങിയവയും നടന്നു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ അഷ്ടമിരോഹിണി സദ്യ നടന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P പ്രസാദ് മുഖ്യാതിഥിയായി. 52 കരകളിലെ കരനാഥന്മാരടക്കം 1 ലക്ഷത്തിൽ പരം ആളുകളാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തത്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭക്തനും ഭഗവാനും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നുവെന്നാണ് അഷ്ടമിരോഹിണി വള്ളസദ്യയിലെ വിശ്വാസം. രാവിലെ 11 മണിയോടെ ആരംഭിച്ച വള്ളസദ്യയിൽ വിവിധ പള്ളിയോടക്കാരും കരക്കാരും ഭക്തരുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. സമൂഹ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്ര ദർശനവുമായി ഭക്തരുടെ വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിനു മുന്നിലെ കൊടിമര ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കി സ്ഥലത്ത് സ്ഥാപിച്ച നിലവിളക്കിൽ വള്ളപ്പാട്ടിന്റെ അകമ്പടിയോടെ ദേവസ്വം മന്ത്രി VN വാസവൻ ദീപം പകർന്നതോടെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. തുടർന്ന് നാക്കിലയിൽ ഭഗവാന് വിഭവങ്ങൾ വിളമ്പി. മന്ത്രി P പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. 501 പറ അരിയുടെ ചോറും അമ്പലപ്പുഴ പാൽപ്പായസവും ഉൾപ്പെടെയുള്ള വിഭവങ്ങളും വള്ളസദ്യയ്ക്ക് വിളമ്പി. ആനക്കൊട്ടിലിന്റെ വടക്ക് വശം മുതൽ പടിഞ്ഞാറേ തിരുമുറ്റത്ത് യക്ഷിയമ്പലം വരെയുള്ള സ്ഥലം 52 കരനാഥന്മാർക്ക് ഭക്ഷണം വിളമ്പാനായിരുന്നു. ഭക്തർക്ക് തെക്കേ തിരുമുറ്റത്തായിരുന്നു സദ്യ. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമൂഹ സദ്യ എന്ന നിലയിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ റെക്കോർഡ് ബുക്കുകളിലും ഇടം നേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.